ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പം നമുക്കൊരു അടിപൊളി നെത്തോലിപ്പീരയൊക്കെ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ല ചൂട് ചോറ് കഴിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ വെളുത്തുള്ളി ഒരു 15 അല്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുവേ ഒന്ന് കീറി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2-3 പച്ചമുളക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നല്ലോണം കഴുകി വെച്ചിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ട് കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്തോളൂ. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്, അത് കൂടാതെയാണ് മുളക് പൊടിയും കൂടി ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. കൈ കൊണ്ട് എത്രത്തോളം നല്ല യോജിപ്പിക്കുന്നോ അത്രത്തോളം നല്ല രുചി ഉണ്ടാവും. വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ നെത്തോലി മീനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് മീനും കൂടി ചേർത്തിട്ട് മീൻ നല്ലപോലെ ഇളക്കിയെടുക്കാം. മീൻ ചേർത്തതിന് ശേഷം നല്ല ശക്തിയിൽ ഇളക്കല്ലേ, ചെറുതായിട്ടൊന്നിങ്ങനെ മിശ്രിതം എല്ലാ മീനിലേക്ക് എത്തുന്ന പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കൂടാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ പറയുമ്പോഴല്ലേ എനിക്ക് ഒന്നും കൂടി നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള പ്രോത്സാഹനം കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇപ്പം ഇതിൽ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, അടിക്ക് പിടിക്കണ്ടോ എന്ന് തുറന്ന് നോക്കണം. അപ്പം നമ്മുടെ നെത്തോലിപ്പീര ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് ഒരു തിള വരുമ്പോഴത്തേക്കും വേകുന്ന മീനാണ്, അപ്പോൾ പെട്ടെന്നാവും. അപ്പോൾ അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് ഇളക്കി നോക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണും 3 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, നല്ല ചൂട് ചോറ് കൂട്ടിയിട്ട് കഴിക്കേ വേണ്ടുള്ളൂ. അപ്പം ഞാനിതൊക്കെ കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചൊക്കെ നോക്കൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സന്തോഷമായിട്ടിരിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.